ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. 10th പ്രിലിംസ് 4ാം ഘട്ട പരീക്ഷ ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. പരീക്ഷ വളരെ എളുപ്പമായിരുന്നു എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോസിൽ നിന്ന് എല്ലാ വീഡിയോസിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾ കമന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ വായിച്ചു, വളരെയധികം സന്തോഷമായി. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ആൻസർ കീ ഒന്ന് പരിശോധിക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിനായി സംസ്ഥാന തലത്തിൽ രൂപം നൽകിയിട്ടുള്ളതാണ് ലോകായുക്ത. നിലവിൽ സംസ്ഥാനത്തെ ലോകായുക്ത ആരാണ്? ജസ്റ്റിസ് സിറിയക് ജോസഫ് ആണ്. 2019 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ആരാണ്? ഇംഗ്ലണ്ട്. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഇതിലെ 3 പ്രസ്താവനയും ശരിയാണ്. ഉത്തര അറ്റ്ലാന്റിക് സഖ്യ സംഘടന നാറ്റോ രൂപം കൊണ്ടത് 1949 ഏപ്രിൽ 4-നാണ്. ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം. അംഗരാജ്യങ്ങൾക്ക് നേരെയുള്ള സൈനിക നീക്കങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുക എന്നതാണ് ലക്ഷ്യം. അടുത്ത ചോദ്യം, 2022ഓടെ രാജ്യത്ത് എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യം നേടുന്നതിനായി 2015 ജൂൺ 25-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന. 2019 WHO ചീഫ് സയന്റിസ്റ്റായി നിയമിതയായ ഇന്ത്യൻ വനിത ആരാണ്? സൗമ്യ സ്വാമിനാഥൻ. ഡോക്ടർ കസ്തൂരിരംഗൻ സമിതി കേന്ദ്രത്തിന് സമർപ്പിച്ച പുതിയ സ്കൂൾ വിദ്യാഭ്യാസ നയത്തിന്റെ ഘടന എപ്രകാരമാണ്? 5+3+3+4. റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 500 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം ചെങ്കോട്ടയാണ്. 2024 ഒളിമ്പിക്സിന്റെ വേദി പാരീസ്. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവം ദാനം ചെയ്യുന്നതിനുള്ള പദ്ധതിയാണ് മൃതസഞ്ജീവനി. യുനെസ്കോയുടെ നേതൃത്വത്തിൽ അന്തർദേശീയ മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഫെബ്രുവരി 21. ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെ? കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത്. 3 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ ഏത്? ഇന്ദിരാഗാന്ധി കനാൽ. PC മാറിയെങ്കിൽ നമ്മുടെ പഠനത്തിനും മാറ്റം അനിവാര്യമാണ്. പുതിയ പാറ്റേൺ ചോദ്യങ്ങളെ ഇനി ധൈര്യപൂർവ്വം നേരിടാൻ വേണ്ടിയിട്ട് അൺഅക്കാഡമി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നു കേരള PSC ന്യൂ പാറ്റേൺ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഫ്രീ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ്. അപ്പൊ ഈ ഫ്രീ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ക്ലാസ്സും ഫ്രീ ആയിട്ട് തന്നെ കാണാവുന്നതാണ്. കൂടാതെ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന സമയത്ത് 10% ഡിസ്കൗണ്ടും ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇപ്പൊ ഫ്രീ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് എന്തൊക്കെയാണെന്ന് പറയാം. ജൂൺ മാസം 25 തീയതികളിൽ രാത്രി 8 മണിക്ക് 75 മിനിറ്റിൽ 50 ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഫ്രീ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ആണ്. ഓക്കെ, അൺഅക്കാഡമിയിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സ്പെഷ്യൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. സ്പെഷ്യൽ ക്ലാസ് അൺലോക്ക് ചെയ്യാനും ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. സ്പെഷ്യൽ ക്ലാസ് നിങ്ങൾക്ക് ലൈവായിട്ടുള്ള ലേണേഴ്സുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി പോൾസ് അവൈലബിൾ ആണ്. അതുപോലെ അഥവാ ക്ലാസ് മിസ്സാവുകയാണെങ്കിൽ റെക്കോർഡഡ് സെഷൻസ് അവൈലബിൾ ആണ്. എവിടെ ഇരുന്നും ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്ലാസ് കാണാവുന്നതാണ്. അപ്പോൾ ഈ ക്ലാസ്സുകളെല്ലാം അൺലോക്ക് ചെയ്യാൻ ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, പരുത്തിത്തുണി വ്യവസായത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? മഹാരാഷ്ട്ര. ഹിമാലയ പർവ്വതത്തിന്റെ ഏറ്റവും തെക്കു ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? സിവാലിക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ആദ്യമായി തിരമാലകളിൽ നിന്നും ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത് എവിടെ? വിഴിഞ്ഞം. ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ ആണ്. ഇന്ത്യയുടെ കേന്ദ്രഭാഗമായ നഗരം ഏത്? ഡൽഹി. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏത്? കാവേരി നദിയാണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? 1ഉം 2ഉമാണ്.
പുതിയ എക്കൽ നിക്ഷേപങ്ങൾ ഖാദർ എന്നറിയപ്പെടുന്നു. കറുത്ത മണ്ണിനെ റിഗർ എന്ന് വിളിക്കുന്നു. ഇന്ത്യയുടെ ദേശീയ പതാകയിൽ കാണപ്പെടുന്ന അശോക ചക്രത്തിൽ എത്ര ആരക്കാലുകൾ ഉണ്ട്? 24 ആരക്കാലുകളാണ് ഉള്ളത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ്? പിംഗലി വെങ്കയ്യയാണ്. പിംഗലി വെങ്കയ്യ. ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതാണ് മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്? സ്വത്തവകാശം ആണ്. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏത്? ആനയാണ് ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 42ാം ഭരണഘടനാ ഭേദഗതി. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആര്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏത്? 2005. 2005. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഭാഗം 3-ലാണ്. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? മലമുഴക്കി വേഴാമ്പലാണ് കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി. പ്രാചീന തമിഴകത്തിലെ തിണകളിൽ ഒന്നായ നെയ്തൽ ഏത് തരത്തിലുള്ള ഭൂവിഭാഗമാണ്? തീരപ്രദേശമാണ്. തീരപ്രദേശം. കൊടുങ്ങരപ്പള്ളം പുഴ ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അട്ടപ്പാടി. അട്ടപ്പാടിയാണ്. SCRT ഫാക്ട് ആണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? ആലപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല. ഭാരത സർക്കാരിന്റെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളി PT ഉഷയുടെ കോച്ചായ OM നമ്പ്യാർ ആണ്. OM നമ്പ്യാർ. ആത്മോപദേശ ശതകത്തിന്റെ കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ് ആത്മോപദേശ ശതകത്തിന്റെ കർത്താവ്. കന്യാകുമാരിയിലെ ശാസ്താംകോയിൽ ജനിച്ച കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമികൾ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആര്? വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത്. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ ആണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളിയാണ് വക്കം അബ്ദുൽ ഖാദർ. SCRT ആണ്. വക്കം അബ്ദുൽ ഖാദർ. വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി. അയ്യങ്കാളി. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. VT ഭട്ടതിരിപ്പാട്. അടുത്ത ചോദ്യം, വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ചട്ടമ്പി സ്വാമികൾ ആണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രം ഗാന്ധിജി നൽകിയത് ഏത് ദേശീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഇത് ആരുടെ വാക്കുകളാണ്? സുഭാഷ് ചന്ദ്ര ബോസ് ആണ് ഇപ്രകാരം പറഞ്ഞത്. ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് കുറുക്കി നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചത് എന്ന് 1930 ഏപ്രിൽ 6 കൊടുത്തിരിക്കുന്നത്. മാർച്ച് 12 ആരംഭിച്ചത്. ഓക്കെ, ഉപ്പ് കുറുക്കിയതാണ് 1930 ഏപ്രിൽ 6. അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെട്ടത് ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെട്ടത്. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? അരുണ ആസഫ് അലിയെയാണ്. അരുണ ആസഫ് അലി. നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? റാണി ഗായ്ഡില്യുവിനെയാണ്. റാണി ഗായ്ഡില്യു. താഴെ കൊടുത്ത വ്യക്തികളിൽ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് BR അംബേദ്കർ. BR അംബേദ്കർ. ബ്രിട്ടീഷ് സർക്കാരിന്റെ ഏത് നിയമത്തിനെതിരെയായിരുന്നു ജനങ്ങൾ ജാലിയൻ വാലാബാഗിൽ പ്രതിഷേധ സമരത്തിന് ഒത്തുചേർന്നത്? റൗലറ്റ് നിയമം. റൗലറ്റ് നിയമം. വിധിയുമായി ഒരു കൂടിക്കാഴ്ച ആരുടെ അവസ്മരണീയമായ പ്രസംഗമായിരുന്നു? ജവഹർലാൽ നെഹ്റുവിന്റെ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മൈക്കിൾ ഓഡയറിനെ വധിച്ച് വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യ സമര പോരാളി ഉദ്ധം സിംഗ് ആണ്. ഉദ്ധം സിംഗ്. യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ്. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്?
വേമ്പനാട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. താഴെ കൊടുത്തവയിൽ നിന്നും കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ കേരളത്തിലെ നദി ഏതെന്ന് കണ്ടെത്തുക. പാമ്പാർ ആണ്. പാമ്പാർ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. മനുഷ്യ ശരീരത്തിലെ വാരിയലിൽ എത്ര അസ്ഥികൾ ഉണ്ട്? 24 അസ്ഥികളാണ് ഉള്ളത്. ശരീരത്തിലെ കാൽസ്യം ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതാണ്? ജീവകം ഡി ആണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഇൻസുലിൻ ആണ്. ഇൻസുലിൻ. സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏത്? O ഗ്രൂപ്പ് ആണ്. O ഗ്രൂപ്പ്. വൈഡൽ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടൈഫോയിഡ്. ടൈഫോയിഡ്. പയറുവർഗത്തിൽ ഉൾപ്പെടാത്ത വിത്തിനം ഏത്? ഹരിതയാണ്. ഹരിത വഴുതനയാണ്. ചന്ദ്രശങ്കര എന്ന സങ്കര ഇനം തെങ്ങ് ഏത് ഇനങ്ങളിൽ നിന്നാണ് വികസിപ്പിച്ച് എടുത്തത്? ചാവക്കാട് ഓറഞ്ച്, വെസ്റ്റ് കോസ്റ്റ് ടോൾ. ചാവക്കാട് ഓറഞ്ച്, വെസ്റ്റ് കോസ്റ്റ് ടോൾ. കുടിവെള്ളമായി ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ pH മൂല്യം എത്രയാണ്? 6.5 to 8. 8.5 വരെയാണ്. ഓപ്ഷനിൽ 8. വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? എപ്പിഫൈറ്റുകൾ ആണ്. എപ്പിഫൈറ്റ്സ്. ഭൂകാണ്ഡത്തിന് ഉദാഹരണം ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ്. ഒരു ജലതന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്ര? 3 ആറ്റം. H2O. 3 ആറ്റം. ബേക്കിംഗ് സോഡ എന്ന പദാർത്ഥത്തിന്റെ രാസസൂത്രം NaHCO3 ആണ്. NaHCO3. താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ ഐസോടോപ്പുകൾ ഏതെല്ലാമാണ്? സെയിം അറ്റോമിക് നമ്പർ, ഡിഫറെന്റ് മാസ് നമ്പർ. ബോക്സൈറ്റ് എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? അലുമിനിയത്തിന്റെ അയിരാണ്. മൂലകങ്ങളെ അവയുടെ അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? മോസ്ലി ആണ്. പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞത് ഗുരുത്വ ബലം, ഗുരുത്വാകർഷണ ബലം ആണ്. മനുഷ്യന്റെ ശ്രവണ പരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. ഊർജത്തിന്റെ ഡയമെൻഷണൽ സമവാക്യം ml²T⁻²-2. ml²T⁻²-2. ഫാരൻഹീറ്റ് താപനില സ്കെയിലിൽ ജലത്തിന്റെ തിളനില 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ളത് ജലത്തിനാണ്. ജലം. ശരിയായ രീതിയിൽ ക്രമീകരിച്ചത് ഏത്? പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ്, പരുന്ത് എന്നതാണ് ശരിയായ രീതിയിൽ ക്രമീകരിച്ചത്. അടുത്ത ചോദ്യം, ഒറ്റയാനെ കണ്ടെത്തുക. ACE KMO GHJ RTV. GHJ ആണ്. ഇത് ഓരോന്ന് ഇടവിട്ടാണ് വരുന്നത്. ഇവിടെ GH എന്ന് പറയുമ്പോൾ G കഴിഞ്ഞ അടുത്ത ലെറ്റർ ആണ് എഴുതിയേക്കുന്നത്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ വേറിട്ട് നിൽക്കുന്നത് ഏതാണ്? ത്രികോണമാണ്. ബാക്കിയെല്ലാം 4 സൈഡഡ് ഫിഗേഴ്സ് ആണ്. 2 കൊല്ലം മുമ്പ് അമ്മയ്ക്ക് മകളുടെ 4 മടങ്ങ് വയസ്സായിരുന്നു. 2 കൊല്ലം കഴിഞ്ഞ് അമ്മയ്ക്ക് മകളുടെ 3 മടങ്ങ് വയസ്സാകും. എന്നാൽ മകളുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? 10 വയസ്സാണ്. 40 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ ലതയുടെ റാങ്ക് മുന്നിൽ നിന്നും 15ാമതാണ് എങ്കിൽ അവസാനത്ത് നിന്നും ലതയുടെ റാങ്ക് എത്ര? 26 ആണ്. 1 ലക്ഷത്തിൽ എത്ര 1000 ഉണ്ട്? 1 ലക്ഷത്തിൽ 100 1000 ആണ് ഉള്ളത്. 40 - 8 ഡിവൈഡഡ് ബൈ 2 × 3 എത്രയാണ്? 28. 3 ബൾബുകൾ യഥാക്രമം 3, 4, 5 മിനിറ്റുകൾ ഇടവിട്ട് പ്രകാശിക്കും. അവയെല്ലാം ഒരുമിച്ച് 8 AM കത്തിയെങ്കിൽ വീണ്ടും എപ്പോൾ അവ ഒരുമിച്ച് പ്രകാശിക്കും? LCM എടുത്താൽ മതി. 9 AM. 2, 4, 6 എന്നീ സംഖ്യകളുടെ ഉസാഖ എത്രയാണ്? 2 ആണ്. നീളം 3 and 3/4 മീറ്ററും വീതി 9 and 1/3 മീറ്ററും ആയ ചതുരത്തിന്റെ പരപ്പളവ് എത്ര ചതുരശ്ര മീറ്റർ ആണ്? 35 ചതുരശ്ര മീറ്റർ ആണ്. 18.793 ഏത് സംഖ്യ കൂട്ടിയാൽ 50 കിട്ടും? 31.207. താഴെ കൊടുത്തിട്ടുള്ള സംഖ്യകളിൽ പൂർണ്ണവർഗ സംഖ്യയാകാൻ സാധ്യതയില്ലാത്തത് 2502. ഒരു സ്ഥാപനത്തിൽ 15 ജോലിക്കാരുണ്ട്. അതിൽ നിന്ന് 32 വയസ്സുള്ള ഒരാൾ സ്ഥലം മാറിപ്പോയി. പകരം മറ്റൊരാൾ ജോലിക്ക് വന്നപ്പോൾ ജോലിക്കാരുടെ ശരാശരി വയസ്സ് 1 കൂടി. എങ്കിൽ പുതിയതായി വന്ന ആളുടെ പ്രായം എത്ര വയസ്സാണ്? 47 വയസ്സ്. 780 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം വിൽക്കുമ്പോൾ 14% ലാഭം കിട്ടണമെങ്കിൽ ആ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കണം? 855 രൂപയ്ക്ക്. 120 മീറ്റർ നീളമുള്ള തീവണ്ടി 108 km/മണിക്കൂർ വേഗത്തിൽ സഞ്ചരിക്കുന്നു. ഈ തീവണ്ടി 180 മീറ്റർ നീളമുള്ള ഒരു പാലം കടന്നു പോകാൻ എത്ര സമയം എടുക്കും? 10 സെക്കൻഡ് ആണ് എടുക്കുന്നത്.
അടുത്തത് ഇതിന്റെ വിലയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ 7 1, 2, 4, 7, 11. അടുത്ത സംഖ്യ ഏതാണ്? 16. ചെറുത് വലുത് ഉദയം അസ്തമയമാണ്. പാസ്റ്റ് എന്നത് എങ്ങനെയാണ് കോഡ് ചെയ്യുന്നത്? ഓപ്ഷൻ ബി ആണ്. താഴെ തന്നിരിക്കുന്ന സംഖ്യകൾ അവരോഹണ ക്രമത്തിൽ തരംതിരിച്ചാൽ മൂന്നാമത്തേത് ഏത് സംഖ്യയാണ്? 325. ഓക്കെ, വളരെ എളുപ്പമുള്ള ചോദ്യമായിരുന്നു. ഈ കഴിഞ്ഞ 3 ഘട്ടങ്ങളിലെ ചോദ്യ പേപ്പർ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും എളുപ്പമുള്ള ചോദ്യം. ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ എല്ലാവരും വളരെ ലക്കി ആയിരിക്കും. നമ്മുടെ ക്ലാസ്സസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും 90 എബോവ് സ്കോർ ചെയ്യാൻ പറ്റും ഉറപ്പായിട്ടും. ഓക്കെ, അപ്പൊ ഈ ഒരു ആൻസർ കീ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് അതിന്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ജോയിൻ ചെയ്യുക. ഓക്കെ, വീണ്ടും കാണാം.